നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 804 804. സജ്ജന മഹത്വം എന്നാണ് ഈ സർഗത്തിന് പേര്. ഇത് ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിൽ ഓം ഗം ഗണപതയേ നമ, ഓം സം സരസ്വതേ സ്വാഹ, ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം 804 ഭാഗം സജ്ജന മഹത്വം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 61 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 34 പറഞ്ഞത്. എന്തായിരുന്നു അത്? ഈ മട്ടിൽ ഇന്ദ്രിയ വംശഗതനായോരെന്നെ പോലുള്ള മൂടനണയും നിലയെന്തു ചൊല്ലും, ആനന്ദഗന്ധം അവിടുന്ന് അലിയായിൽ ആർക്കും ആകുന്നതല്ല ഉലകിൽ മായയിൽ നിന്നു നീങ്ങാൻ. മായയിൽ നിന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം വേണം. ഭഗവാൻ അലിവ് തോന്നണം. അതാണ് ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഭഗവാന്റെ വിഭൂതികളെ അറിയിക്കൂ എന്നൊക്കെ പറയണത്. ഇനി സജ്ജന മഹത്വത്തിനെ പറ്റി പറയണു. ഒന്നാമത്തെ ശ്ലോകം. ഈ മട്ട് ആത്മവിചാരത്താൽ ഉർവശി ഭ്രമമൊക്കെയും തുടച്ചു നീക്കിനാൻ എന്നേക്കുമായി അതിഭാഗ്യവാൻ. ഇതുവരെ പാപിയാണ്, പാപി എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഭാഗ്യവാനായി. കാരണം എന്താ? അവരവരുടെ തെറ്റ് മനസ്സിലാക്കി ഈ തെറ്റ് ഇനി ഞാൻ ചെയ്യില്ല. ഇതാണ് അതിൻ്റെ അശ്ലീയത. മനസ്സിലല്ലേ? ഈ മട്ട് ആത്മവിചാരത്താൽ ഏത് സമയത്തും ആത്മാവിനെ പറ്റി വിചാരിക്കാന്നല്ലാതെ കണ്ട് ഇന്ദ്രിയ ജഡിലമായ കാര്യങ്ങളിൽ മനസ്സ് പോയാൽ അനർത്ഥം ഫലം. അതാണ് ഈ മട്ട് ആത്മവിചാരത്താൽ ഉർവശീ ഭ്രമമൊക്കെയും തുടച്ചു നീക്കിനാൻ എന്നേക്കുമായി അതിഭാഗ്യവാൻ. സത്സംഗം ഭഗവദ്ധ്യാനം തുടർന്നവയിൽ മാനസം മുഴുകിച്ചു മഹാഭാഗൻ എത്രയും വിലസിടിനാൻ. അപ്പോൾ ഈ പുരുരുസ് തൻ്റെ തെറ്റിന് തിരുത്തിയോട് കൂടിയിട്ട് അവധൂതനായി എന്നാ. എല്ലാവർക്കും ചാൻസ് ഉണ്ട് തെറ്റുകൾ തിരുത്താൻ. സത്സംഗം ഭഗവദ്ധ്യാനം തുടർന്നവയിൽ മാനസം മുഴുകിച്ചു മഹാഭാഗൻ അത്രയും വിലസീടിനാൻ. ആകയാൽ ആവതും വേഗം ദുസ്സംഗം വിട്ട് ബുദ്ധിമാൻ സാധിക്കേണ്ടത് മറ്റൊന്നുമല്ല സത്സംഗഭാഗ്യമാം. ഐ ആം വെരി ഹാപ്പി. എന്താ? 47 വയസ്സിലെങ്കിലും ഒഫീഷ്യലായിട്ട് ഉപദേശം കിട്ടുകാരനല്ലേ എനിക്കിതൊക്കെ പറയാൻ സാധിച്ചത്. നേരെ മറിച്ച് ഞാൻ അതിനെ ശ്രമിച്ചില്ല വിചാരിക്കുക. പ്രൊമോഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അത്യാവശ്യം കുറച്ച് പെൻഷനും കൂടിയിട്ടുണ്ടാവും. പക്ഷെ മനസ്സമാധാനത്തിന് അവിടെ പോകും. ഇപ്പം മനസ്സമാധാനത്തിന് അതുണ്ട്, കുട്ടികളൊക്കെ നന്നായി, പിന്നെ കുറച്ച് കയ്യിലെണ്ണാവുന്ന ഭക്തജനങ്ങളുടെ എന്താ പറയുക സാമീപ്യം, സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ. സത്സംഗം ഭഗവദ്ധ്യാനം തുടർന്നവയിൽ മാനസം മുഴുകിച്ച് മഹാഭാഗൻ എത്രയും വിലസീടിനാൻ. ആകയാൽ ആവതും വേഗം ദുസ്സംഗം വിട്ട് ബുദ്ധിമാൻ സാധിക്കേണ്ടത് മറ്റൊന്നുമല്ല സത്സംഗഭാഗ്യമാം. തീർത്ഥസ്നാനാദിയേക്കാളും എന്തുകൊണ്ടാണ് ഞാൻ ചതുർധാമിലേക്ക് പോയില്ല? അവിടെ എന്തുകൊണ്ട് തീർത്ഥസ്നാനങ്ങൾ ആടിയില്ല?
അവിടെ പോയിട്ട് ഭാഗവതം വെച്ചിട്ട് നിങ്ങളിൽ നിന്ന് ദക്ഷിണ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ആ ദക്ഷിണേക്കാൾ എനിക്ക് ഉപരി ശ്രേയസ് തോന്നിയത് ഈ നിഷ്കാമകർമ്മത്തിലാണ്. എന്താ നിഷ്കാമകർമ്മം? തീർത്ഥസ്നാനാദിയേക്കാളും ആയതത്യന്ത ലാഭമാം കണ്ടാൽ തന്നെ മനഃശുദ്ധി വളർത്തും അവരത്രയും. അതാണ് അവരെത്രയും ആത്മാനുഭവ സമ്പൂർണ്ണ സുധാ മധുര സൂക്തിയാൽ എടുത്താൽ പൊന്തില്ല അത്. ആത്മാനുഭവ സമ്പൂർണ്ണ സുധാമധുര അമൃത സമാനമായതെന്നാണ് പറഞ്ഞത്. സുധാ മധുര സൂക്തിയാൽ സമാനമൊന്നുമല്ല, പിന്നെ മധുരിക്കുന്ന അമൃതവചനങ്ങളെ കൊണ്ട്. വചനങ്ങൾക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനുവാച, ഋഷി ഉവാച അല്ലേ? അപ്പോൾ ഋഷിമാർ പറഞ്ഞതിനും ഭഗവാൻ പറഞ്ഞതിനും മരണമില്ല. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കണം. അപ്പോൾ ആത്മാനുഭവ സമ്പൂർണ്ണ സുധാ മധുര സൂക്തിയാൽ ഉള്ളം പ്രസന്നമായി തീർക്കും ഉടൻ തന്നെ തപസ്വികളെ കണ്ടാൽ തന്നെ നമ്മുടെ ഉള്ളം കുളിർക്കും. എന്നിട്ടോ അവരെമ്മട്ടിലുള്ളോരെന്നൊരു ചെയ്യാം ഒരുത്തിരി കേട്ടാലും മഞ്ഞിലേവർക്കും അത്യന്തം അഭികാമ്യമാം. അവരെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ഈ ഭൂമിയിലുള്ളവരൊക്കെ മനസ്സിലാക്കണം, നല്ലതാണെന്നാണ് പറഞ്ഞത്. ആത്മാനുഭവ സമ്പൂർണ്ണ സുധാ മധുര സൂക്തിയാൽ ഉള്ളം പ്രസന്നമായി തീർക്കും ഉടൻ തന്നെ തപസ്വികൾ അവർ എമ്മട്ടിലുള്ളോരെന്നുര ചെയ്യാം ഒരിത്തിരി കേട്ടാലും മണ്ണിൽ ഏവർക്കും അത്യന്തം അഭികാമ്യമാം. ശൗശീലം കൊണ്ടു ഭക്തിക്കു മാറ്റുകൂട്ടും മനീഷികൾ. ശൗശീലം, സുശീലത്വം എന്ന് പറയാം. സുശീലം, നല്ല ശീലങ്ങളെ വളർത്തിയാൽ സുശീലം കൊണ്ട് ഭക്തിക്കു മാറ്റുകൂട്ടും മനീഷികൾ എങ്ങും പ്രശന്തരായി തന്നെ വിളങ്ങും വീര്യശാലികൾ. അവരെ എങ്ങും പ്രശാന്തരായി തന്നെ വിളങ്ങും വീരശാലികൾ. ശത്രുമിത്രാദി ഭേദങ്ങൾ അകന്ന സമദർശികൾ. അവരാരാ? ശത്രുമിത്രാദി ഭേദങ്ങൾ അകന്ന സമദർശികൾ. എൻ്റേതും ഞാനുമെന്നുള്ള ഭാവം മറ്റ മനസ്സുകൾ. അവർക്ക് എനിക്കെന്നും എൻ്റേതെന്നുള്ള ഒരു അവസ്ഥയില്ല എന്നാണ് പറഞ്ഞത്. ബഹിർമുഖതയാവോളം വിടും. ഏകത്വത്തിൽ നാനാത്വം കാണില്ല. ഏകത്വത്തിൽ നാനാത്വം കാണുന്നതാണ് മുഖത. അന്തർമുഖത വേണ്ടത്. ഉള്ളിൽ എന്ത് നടക്കണമെന്ന് അറിയണം. അല്ലാണ്ട് ലക്ഷം ദീപാലങ്കാരം കേമമായി 10,000 ആൾക്കാർ ലഞ്ച് കഴിച്ചു, മഹാപ്രസാദം കഴിച്ചു, 101 പേരുടെ മേളം തിമിർത്തു. കൂട്ടി എഴുന്നള്ളിക്കാൻ 10-60 ആനകൾ. ഭാഗവതം അത് ആക്സെപ്റ്റ് ചെയ്യണില്ല. എന്നിട്ടാണ് ആൾക്കാരെ ദേവന് പുറത്തിറങ്ങണമെങ്കിൽ ആന വേണം. എവിടെ പറഞ്ഞത്? ബഹിർമുഖതയാവോളം വിടും വിശ്വഹിതേഷികൾ. വിടും, നാനാത്വം വിടും. കാരണം എന്താ? വിശ്വഹിതൈഷികൾ, വിശ്വത്തിൻ്റെ ഹിതത്താണ്. മമതയില്ല അവർക്ക്. ജഗത്തിൽ ഈശ്വരൻ നട്ടു വളർത്തും കൽപ്പശാഖികൾ. ജഗത്തിൽ ഈശ്വരൻ നട്ട് വളർത്തുന്നത് വേണോ, നമ്മൾ നട്ടു വളർത്തുന്നത് വേണോ? നമ്മൾ നട്ടു വളർത്തുന്നത് വിഷ. അതാണ് തമിഴന്മാർ കേരളത്തുകാർക്ക് വേണ്ടി ദേവന്മാർ ഗോഡ്സ് ഓൺ കൺട്രിയിലുള്ളവർ നശിക്കട്ടെ എന്ന് പറഞ്ഞാണ് തമിഴന്മാർ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന വെള്ളം കുടിച്ചാൽ കാക്കകൾ ചത്തും മലയ്ക്കണം. ഇതിനേക്കാൾ വിരോധാഭാസം എന്താ ഉള്ളത്? ആ വിഷം എന്താണെന്നാണ് പറഞ്ഞത്? ആത്മപ്രശംസ, സ്വയം പ്രശംസിക്കരുത്. പാരുഷ്യം, അസത്യം, പരദൂഷണം, ഇവ നാലും തൊടാതുള്ള വാക്കാൽ മിന്നും വിവേകികൾ. ആത്മപ്രശംസ ഇല്ല, പാരുഷ്യം എന്നുള്ളത് തീരില്ല, അസത്യം, പരദൂഷണം, ഇവ നാലും തൊടാതുള്ള വാക്കാൽ മിന്നും വിവേകികൾ. ആസ്വദിപ്പവർ തൻ പാപം പോക്കും എൻ പുണ്യകീർത്തികൾ.
എൻ്റെ പുണ്യകീർത്തികൾ ആരാസ്വദിക്കുന്നു അവരുടെ പാപമില്ലാതെ കണ്ടാവുമെന്നാണ് ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞത്. നമ്മളത് വായിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആസ്വദിപ്പവർ തൻ പാപം പോക്കും എൻ പുണ്യകീർത്തികൾ, അല്ലാതെ അമ്മഹാത്മാക്കൾ ഉര ചെയ്യില്ലൊരിക്കലും. അതല്ലാതെ കണ്ട ആ മഹാത്മാക്കളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. ഭഗവാനെ പോലുള്ളവരും ലോകത്തിൻ്റെ ഹിതൈശ്വര്യങ്ങളുമായിട്ടുള്ള ഋഷീശ്വരന്മാർ, വാൽമീകി, വ്യാസർ, ഇവരൊന്നും അപാകതയുള്ള കാര്യങ്ങൾ പറയില്ല. എന്നിട്ട് പറഞ്ഞു, അല്ലാതെ മഹാത്മാക്കൾ ഉര ചെയ്യില്ലൊരിക്കലും അവയൊട്ടെങ്കിലും കാതാൽ നുകരാൻ ഭാഗ്യമോലുകിൽ. അപ്പോൾ രാമായണവും ഭാഗവതവും ശരിക്കും മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അവയൊട്ടെങ്കിലും കാതാൽ നുകരാൻ ഭാഗ്യമോലുകിൽ ഭക്തിയുള്ളിൽ ഉദിക്കാതെ വരില്ല ഏതേതു മർത്യനും. ഏത് മനുഷ്യനും മർത്യൻ, മരണം സ്വാഭാവികമായിട്ടുള്ള ചണ്ടാളനാണ് ശ്രദ്ധയോടുകൂടി ഭാഗവതം പഠിക്കുന്നത് അല്ലെങ്കിൽ രാമായണം പഠിച്ചത്, അവൻ രക്ഷപ്പെടും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഭക്തിയുള്ളിൽ ഉദിക്കാതെ വരില്ലേതേതു മർത്യനും. അതെ, അപ്പം അവയൊട്ടെങ്കിലും കാതാൽ നുകരാൻ ഭാഗ്യമോലുകിൽ ഭക്തിയുള്ളിൽ ഉദിക്കാതെ വരില്ല ഏതേതു മർത്യനും. അനന്തഗുണൻ ആനന്ദമൂർത്തിയാം എന്നിൽ ആവിധം ഭക്തിഭാവം ലഭിച്ചിടിൽ അവൻ നേടേണ്ടതെന്തിനീ. അനന്തഗുണൻ, അറ്റമില്ലാത്ത ഗുണങ്ങളുടെ ഉടയവൻ, ആനന്ദമൂർത്തിയാം എന്നിൽ ആവിധം. ഈശ്വരൻ ആരാ? ആനന്ദമൂർത്തിയാണ്. അല്ലാണ്ട് കള്ളു കുടിച്ചിട്ട് കണ്ണി കണ്ടതൊക്കെ വാരി തിന്ന് നടക്ക് പോരാത്ത കാലത്ത് ഞാൻ അത് ചെയ്തില്ലേ എന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ മൂർത്തിയാം എന്നിലാവിധം ഭക്തിഭാവം ലഭിച്ചിടിൽ അവൻ നേടേണ്ടതെന്തിനി. ഇരുട്ട് ജാഢ്യം ഭയവും സൂര്യനെന്നതുപോലവേ സജ്ജനങ്ങളകറ്റിയിടും സമീപിക്കും ജനങ്ങളിൽ. സമീപിക്കും ജനങ്ങളെന്നാ. അവർ നമ്മളെ വന്ന് കാണില്ല, അവരെ പോയി നമ്മൾ പോയി കാണണം. ആചാര്യന്മാരെ സാധകന്മാർ പോയി കാണണം. എന്താ കാരണം? അവർ സദാസേവ്യ ഭാഗവതമാണെങ്കിൽ അവർ പറയണതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ വേറൊന്നുമില്ല. അപ്പോൾ ഇരുട്ട് ജാഢ്യം ഭയവും സൂര്യൻ എന്നതുപോലവേ സജ്ജനങ്ങളകറ്റിടും സമീപിക്കും ജനങ്ങളിൽ. സൂര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇരുട്ടുണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, ജാഢ്യത ഉണ്ടാവില്ല. അതേപോലെ അർത്ഥമാണ്. കൊടുംഭവാബ്ദിയിൽപ്പെട്ടു വലയുന്നോർക്കൊരാശ്രയം. സജ്ജനങ്ങളാരാ? കൊടുംഭവാബ്ദി, ഭവസാഗരത്തിൽ പെട്ടു വലയുന്നവർക്ക് ഒരാശ്രയമാണ്. വലുതാം കപ്പൽ പോലെയും വിളങ്ങും സജ്ജനങ്ങളാം. വലിയൊരു കപ്പൽ പോലെ അവർ നമ്മൾക്ക് ഉപകാരമായി തീരുന്നപ്പെട്ടത്. കൊടുംഭവാപ്തിയിൽ പെട്ടു വലയുന്നോർക്കൊരാശ്രയം. വലുതാം കപ്പൽ പോലെ എന്നും വിളങ്ങും സജ്ജനങ്ങളാം. ശരണം പ്രാണികൾക്ക് അന്നം. ചാരായം എന്ന് പറഞ്ഞിട്ടില്ലേ, അന്നം എന്നാണ് പറഞ്ഞത്. ശരണം പ്രാണികൾക്കന്നം, അനാഥന്മാർക്കു രക്ഷ, ഞാൻ ധർമ്മം തുണ. അനാഥന്മാർക്കു രക്ഷ, ഞാൻ ധർമ്മം തുണ. മരിപ്പോർക്ക് ഭവഭീതർക്ക് സജ്ജനം. സത്തുക്കളെന്നെ കാട്ടുന്ന ഭക്തിജ്ഞാനാദികൾ കളാം. ഭക്തിമാർഗത്തെ മിന്നിക്കും ഭാസ്വാനും അവർ തന്നെയാം. സത്തുക്കൾ എന്നെ കാട്ടുന്ന ഭക്തിജ്ഞാനാദികൾ കളാം. ഭക്തിമാർഗത്തെ മിന്നിക്കും ഭാസ്വാനും അവർ തന്നെ. ഭക്തിമാർഗത്തെ മിന്നിക്കുന്ന സൂര്യൻ അവരാണ്, സജ്ജനങ്ങളാണ്. എന്നെല്ലാം പുണ്യപാന്ധന്മാർക്കാത്മാവും ഹിതകാരിയും മറ്റാരുമല്ല ഞാൻ പോലും അവർ തന്നെ ജഗത്തിതിൽ.
എന്തൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പടിപടിയായിട്ട് കയറി പോവാം. എന്നെല്ലാം പുണ്യപാന്ധമാർക്കാത്മാവും ഹിതകാരിയും മറ്റാരുമല്ല ഞാൻ പോലും അവർ തന്നെ ജഗത്തതിൽ. പൂരൂരവസ് ആവിധം അപ്സരസിൻ ഭ്രമങ്ങളൊട്ടാകെ അയന്ന് വേഗം അമന്ധഭാവാനുഗൃഹീതനാം ആത്മാരാമൻ തെളിഞ്ഞിങ്ങനെ സഞ്ചരിച്ചാൻ. ആ ഒരു ശ്ലോകം, അവസാനത്തെ ശ്ലോക, 19ാമത്തെ ശ്ലോക 804. പൂരൂരുവസ ആവിധം അപ്സരസിൻ ഭ്രമങ്ങളൊട്ടാകെ അകന്ന് വേഗം അമന്ധഭാവം, പെട്ടെന്ന്, മന്ദഭാവില്ല, അമന്ധഭാവാനുഗൃഹീതനാം ആത്മാരാമൻ തെളിഞ്ഞങ്ങിനെ സഞ്ചരിച്ചാൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദ്വിഷഷ്ടിതമസർഗ 62ാമത്തെ അധ്യായം. അവിടെ നിർത്താം. കാരണം അറ്റൻഡൻസ് ഇടുക എന്നുള്ളത് പ്രധാനമാണ്. സദാസേവ്യ, എല്ലാ ദിവസവും കുറേശ്ശെ സേവിക്കാം. അപ്പോൾ 805ാമത്തത് അടുത്ത ദിവസം. ക്രിയായോഗം 1ാമത്തെ ഭാഗം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.